അമേരിക്കയിൽ ഉപരിപഠനം സ്വപ്നം കാണുന്ന പതിനായിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും കോടികളുടെ ബാങ്ക് വായ്പ എടുത്ത് മക്കളെ യുഎസിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്ന മലയാളി മാതാപിതാക്കൾക്കും കടുത്ത ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. യുഎസ് ഭരണകൂടം രാജ്യത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന F1, M1 വിസയിൽ പരമാവധി 4 വർഷത്തെ സ്റ്റേ പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. വിസ നിരസിക്കുന്ന നിരക്ക് അല്ലെങ്കിൽ റിജക്ഷൻ റേറ്റ് 10 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ നയം മലയാളി വിദ്യാർത്ഥികളുടെ ഭാവി, സാമ്പത്തികം, തൊഴിൽ എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മളിന്ന് വിശദമായി നോക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് അമേരിക്കയിൽ കോഴ്സിന് ചേർന്നാൽ ആ കോഴ്സ് പൂർത്തിയാക്കുന്നത് വരെയും അതിനുശേഷമുള്ള OPT അതായത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കാലയളവ് വരെയും നിയമപരമായി രാജ്യത്ത് തുടരാൻ അനുവാദമുണ്ടായിരുന്നു. ഇതിനെയാണ് ഇമിഗ്രേഷൻ ഭാഷയിൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD പഠനത്തിനായി അമേരിക്കയിലെത്തുന്ന ഏത് അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്കും പരമാവധി 4 വർഷം വരെ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ. പഠനം പൂർത്തിയാക്കാൻ 4 വർഷത്തിൽ കൂടുതൽ സമയം ആവശ്യമായി വരുന്നവർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പ്രത്യേകമായി വിസ എക്സ്റ്റൻഷനായി അപേക്ഷ സമർപ്പിക്കേണ്ടി വരും. ഇതോടെ ചെറിയ തെറ്റുകൾ പോലും വിസ റദ്ദാക്കപ്പെടുന്നതിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വൈകുന്നതിലൂടെ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കോ വഴി തുറക്കാം. ഇതിനു പുറമെ അമേരിക്കൻ കോൺസുലേറ്റുകളിൽ F1 സ്റ്റുഡന്റ് വിസകൾ നിരസിക്കപ്പെടുന്നതിന്റെ നിരക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകളിൽ 41% F1 വിസകളും US അധികൃതർ നിരസിക്കുകയാണ്. പുതിയ 4 വർഷത്തെ വിസ ക്യാപ്പും കടുത്ത വെരിഫിക്കേഷൻ നിബന്ധനകളും കൂടി നിലവിൽ വന്നതോടെ എക്സ്റ്റൻഷൻ അപേക്ഷകളിൽ വലിയ തടസ്സങ്ങളും പ്രോസസ്സിംഗിന് കാലതാമസവും നേരിടേണ്ടി വരും. പുതിയ 4 വർഷത്തെ വിസ ക്യാപ്പും കടുത്ത വെരിഫിക്കേഷൻ നിബന്ധനകളും കൂടി നിലവിൽ വന്നതോടെ എക്സ്റ്റൻഷൻ അപേക്ഷകളിൽ വലിയ തടസ്സങ്ങളും പ്രോസസ്സിംഗിന് കാലതാമസവും കൂടും. ഈ നിയമമാറ്റം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അഥവാ STEM മേഖലയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കാണ്. സാധാരണഗതിയിൽ ബിരുദത്തിന് ശേഷം 3 വർഷം വരെ STEM OPT വഴി അമേരിക്കയിൽ ജോലി ചെയ്യാനും ആ സമയത്തിനുള്ളിൽ തൊഴിലുടമ മുഖേന H1B വിസയിലേക്ക് മാറാനുമാണ് ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും ശ്രമിക്കുന്നത്. എന്നാൽ 4 വർഷത്തെ വിസ പരിധി വരുന്നതോടെ പഠന കാലയളവും OPT സമയവും കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ തടസ്സങ്ങൾ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കും. കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായാൽ അമേരിക്കൻ കമ്പനികളിൽ ജോലി കരസ്ഥമാക്കാനും H1B ലോട്ടറി പ്രോസസ്സിംഗിൽ പങ്കാളികളാകാനുമുള്ള അവസരം പോലും പലർക്കും നഷ്ടമായേക്കാം. സാമ്പത്തിക രംഗത്തെ പ്രമുഖ റിസർച്ച് സ്ഥാപനമായ പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ എക്കണോമിക്സ് നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തുന്ന ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾ US സാമ്പത്തിക രംഗത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. പ്രതിവർഷം $200 ബില്യൺ മുതൽ $400 ബില്യൺ വരെ സാമ്പത്തിക നഷ്ടം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിൽ പേറ്റന്റ് ചെയ്യപ്പെടുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളിൽ നല്ലൊരു പങ്കും വിജയകരമായി വളരുന്ന ടെക് സ്റ്റാർട്ടപ്പുകളിൽ നല്ലൊരു ശതമാനവും അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സംഭാവനയാണ്. പുതിയ നയം കാരണം ഉയർന്ന സ്കില്ലുള്ള ജീവനക്കാരുടെ കടുത്ത ക്ഷാമം US ടെക് മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന മലയാളി വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ഈ സാഹചര്യത്തിൽ ചില പ്രധാന കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സർവകലാശാലകളിൽ പ്രവേശനം നേടുമ്പോൾ 4 വർഷത്തിനുള്ളിൽ കോഴ്സ് കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിൽ അക്കാദമിക് ക്രെഡിറ്റുകൾ ആസൂത്രണം ചെയ്യുക. രണ്ടാമതായി, കോഴ്സ് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സർവകലാശാലകളിലെ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യൽസുമായി മുൻകൂട്ടി ബന്ധപ്പെട്ട് വിസ എക്സ്റ്റൻഷൻ അപേക്ഷകൾ സമയബന്ധിതമായി സമർപ്പിക്കുക. മൂന്നാമതായി, വിദ്യാഭ്യാസ വായ്പകൾ എടുക്കുമ്പോൾ OPT, H1B തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി കണക്കിലെടുക്കുക. വളരെ വ്യക്തമായ ആസൂത്രണവും ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ മാറുന്ന നയങ്ങൾക്കിടയിലും അമേരിക്കൻ വിദ്യാഭ്യാസവും തൊഴിൽ സ്വപ്നങ്ങളും സുരക്ഷിതമാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയുള്ളൂ. ഇമിഗ്രേഷൻ രംഗത്തെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇമിഗ്രേഷൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.